നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ചെങ്കടൽ വഴിയുള്ള ജലമാർഗം സ്തംഭിപ്പിച്ചതിന് പിന്നാലെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ജിബ്രാൾട്ടർ യാത്രാമാർഗവും അടയ്ക്കാൻ നീക്കം. മൊറോക്കോയിലെ വിമത സംഘടന പെലിസാരിയോ മുന്നണിയുമായി ചേർന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് നീക്കം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാ സമുദ്ര വഴിയും അടച്ച് ഇസ്രായേലിലേക്കുള്ള ചരക്ക് കടത്ത് തടയുകയാണ് ലക്ഷ്യം. ഇസ്രായേലിലെത്തുന്ന ചരക്കുകൾ 99% വരുന്നത് കടൽ മാർഗമാണ്. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള പ്രവേശന മാർഗമാണ് ജിബ്രാൾട്ടർ. ചെങ്കടലിലെ പ്രശ്നങ്ങൾ മൂലം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിപ്പോകുന്ന കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിക്കുന്നത് ഇതുവഴിയാണ്. മൊറോക്കോയ്ക്കും സ്പെയിനിനും ഇടയിലാണ് ഇരു സമുദ്രങ്ങൾക്കുമിടയിലെ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക് സമുദ്രം വഴി വരുന്ന കപ്പലുകൾ പടിഞ്ഞാറൻ സഹാറയിൽ വെച്ച് തടയുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കണക്കുകൂട്ടൽ. 2,66,000 ചതുരശ്ര കിലോമീറ്റർ പടർന്നു കിടക്കുന്ന പ്രദേശം പെലിസാരിയോ മുന്നണിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. വലിയ കടൽ തീരവും പടിഞ്ഞാറൻ സഹാറയിലുണ്ട്. കൂടാതെ അൾജീരിയൻ പിന്തുണയും പെലിസാരിയോ വിഭാഗത്തിനുണ്ട്. മൊറോക്കൻ സർക്കാരുമായി നിരന്തരം സംഘർഷത്തിലുള്ള ഇവർക്കെതിരെ ഈയിടെ ഇസ്രായേൽ നിലപാടെടുത്തിരുന്നു. ഈ വർഷം മാർച്ചിൽ പടിഞ്ഞാറൻ സഹാറയ്ക്ക് മേലുള്ള മൊറോക്കൻ പരമാധികാരത്തെ അംഗീകരിച്ചാണ് ഇസ്രായേൽ പെലിസാരിയോ മുന്നണിയെ ചൊടിപ്പിച്ചത്. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ നേരിട്ടിടപെടുന്നില്ലെങ്കിലും ചെങ്കടൽ ഉപരോധിക്കാനുള്ള ഹൂതികളുടെ തീരുമാനത്തിന് ബലമേകുന്നത് ഇറാനാണ്. ഹൂതികളുടെ ഉപരോധം ഇതുവരെ വിജയകരമായി നടപ്പായിട്ടുണ്ട്. കപ്പൽ ഉപരോധത്തിനെതിരെ US-ന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട തീരസംരക്ഷണം ഇതുവരെ ലക്ഷ്യം കണ്ടിട്ടില്ല. കപ്പലുകൾക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന US നിർദ്ദേശം ഓസ്ട്രേലിയ, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ചെവിക്കൊണ്ടിട്ടില്ല. പടിഞ്ഞാറൻ സഹാറ ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ ഇറാൻ നീക്കം നടത്തുമെന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് ഭയമുണ്ട്. പൊടുന്നനെയുള്ള ഇവരുടെ പിന്മാറ്റത്തിന് കാരണവും ഇതാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഹൂതികളുടെ വിജയകരമായ ഓപ്പറേഷന് ശേഷമാണ് പടിഞ്ഞാറൻ സഹാറ കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ഈ നീക്കം. ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ ഒഴിവാക്കി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ പോകുന്ന കപ്പലുകൾ പടിഞ്ഞാറൻ സഹാറയുടെയും മൊറോക്കോയുടെയും തീരത്തുകൂടെയാണ് ജിബ്രാൾട്ടർ കടലിടുക്കിലേക്ക് പ്രവേശിക്കേണ്ടത്. കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ട ഡ്രോണുകൾ അടക്കമുള്ള ആയുധങ്ങൾ പെലിസാരികളുടെ കൈവശമുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പക്കൽ ഇത്തരം ആയുധങ്ങൾ ധാരാളമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ജിബ്രാൾട്ടർ വഴിയുള്ള യാത്ര കൂടി മുടങ്ങിയാൽ കടൽ വഴി ഇസ്രായേൽ ഒറ്റപ്പെടും എന്നത് തീർച്ച. കൂടാതെ യൂറോപ്പും പ്രതിസന്ധിയിലാകും. ഓരോ ദിവസവും ശരാശരി 300 കപ്പലുകൾ ജിബ്രാൾട്ടർ വഴി കടന്നുപോകുന്നു എന്നാണ് കണക്ക്. ലോകത്തെ ആകെ കടൽ വ്യാപാരത്തിന്റെ 20%വും യൂറോപ്യൻ യൂണിയന്റെ വാതക ഇറക്കുമതിയുടെ 80%വും ഇതുവഴിയാണ്. ഇത് വെറുതെ പറയുന്നതല്ല എന്നാണ് ഇറാൻ റവല്യൂഷണറി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ നഖ്ദി മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് വെറും വാക്കല്ല. മെഡിറ്ററേനിയൻ സമുദ്രവും സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടറും മറ്റു ജലമാർഗങ്ങളും അടയ്ക്കുമെന്നായിരുന്നു നഖ്ദിയുടെ വാക്കുകൾ.